കോഴിക്കോട് കൊയിലാണ്ടിയിൽ SFI പ്രവർത്തകർ വിദ്യാർത്ഥിയെ മർദ്ദിച്ചെന്ന പരാതിയിൽ ആർ ശങ്കർ മെമ്മോറിയൽ കോളേജിൽ വിദ്യാർത്ഥികളുടെ പ്രതിഷേധം. KSU പ്രവർത്തകർ പ്രിൻസിപ്പലിനെ ഉപരോധിച്ചു. വിദ്യാർത്ഥികളും പോലീസും തമ്മിൽ വാക്കേറ്റമുണ്ടായി. സമീർ സി മുഹമ്മദ് കോഴിക്കോട് നിന്ന് ചേരുന്നു വിശദാംശങ്ങളുമായി. സമീർ, ഇപ്പോഴാണ് ഈ KSUമൊക്കെ ഈ സംഭവം അറിയുന്നത്? എന്തൊക്കെയാണ് പ്രതിഷേധത്തിന്റെ വിശദാംശങ്ങൾ? വേണു, വെള്ളിയാഴ്ചയാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് തുടക്കമാകുന്നത്. വെള്ളിയാഴ്ച ഉച്ചയോട് കൂടിയാണ് രണ്ടാം വർഷ BSc കെമിസ്ട്രി വിദ്യാർത്ഥിയോടുള്ള CR അമലിനെ ക്രൂരമായി മർദ്ദിച്ചത്. ഇതിന്റെ തലയ്ക്കും ഒപ്പം തന്നെ മൂക്കിലുമൊക്കെ പരിക്കേൽക്കുകയും വായിലൂടെയും ചെവിയിലൂടെയൊക്കെ രക്തം വരുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. മൂക്കിലൂടെയൊക്കെ രക്തം വരുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഉൾപ്പെടെ ചികിത്സ തേടുന്ന ഒരു ഘട്ടമുണ്ടായി. ഈ സംഭവത്തിന് ശേഷം പിതാവ് പോലീസിൽ പരാതി നൽകുകയും അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണവുമായി പോലീസ് മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. കൂടാതെ ഇപ്പോൾ ഇന്ന് പോലീസിന് നൽകിയ പരാതിക്ക് പിറകെ കോളേജ് അധികൃതർക്കും ഇവരുടെ പിതാവ് പരാതി നൽകിയിട്ടുണ്ട്. ആ പരാതിയിൽ ഇപ്പോൾ പോലീസിന്റെ നടപടിക്കൊപ്പം തന്നെ കോളേജ് അധികൃതരും നടപടി സ്വീകരിക്കുമെന്ന കാര്യമാണ് വ്യക്തമാക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടാണ് KSUവിന്റെ പ്രതിഷേധമുണ്ടായിരുന്നത്. സമീപ നാളുകളിലായിക്കൊണ്ട് വിവിധ തലങ്ങളിൽ SFIയുടെ ഭാഗത്തുനിന്ന് ക്രൂരമായിട്ടുള്ള മർദ്ദനമുറകൾ ഉണ്ടാകുന്നുണ്ട് എന്നും അതിനെതിരെ കോളേജ് അധികൃതരുടെ ഭാഗത്തുനിന്ന് പ്രിൻസിപ്പൽ ഉൾപ്പെടെയുള്ള ഭാഗത്തുനിന്ന് ഒരു നടപടിയും ഉണ്ടാകുന്നില്ല എന്നുമാണ് KSU ആരോപിക്കുന്നത്. അതിന്റെ ഭാഗമായിക്കൊണ്ടാണ് പ്രിൻസിപ്പൽ CP സുജേഷിനെ ഏറെ നേരം ഉപരോധിക്കുന്ന ഒരു ഘട്ടമുണ്ടായി. ആ വേളയിലാണ് പിന്നീട് ക്യാമ്പസിലേക്ക് പോലീസ് എത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. പോലീസും വിദ്യാർത്ഥികളും തമ്മിൽ ഏറെ നേരം വാക്കേറ്റം ഉണ്ടാവുകയും ചെയ്തു. അതിനൊടുവിൽ ഇപ്പോൾ കൗൺസിൽ യോഗം ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ആ കൗൺസിലിന് ശേഷം ഇതുമായി ബന്ധപ്പെട്ടുള്ള തുടർ നടപടികളെ സംബന്ധിച്ച് വിശദീകരിക്കാം എന്ന കാര്യമാണ് പ്രിൻസിപ്പൽ വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ വിഷയം അന്വേഷിക്കുന്നതിനായിക്കൊണ്ട് ഒരു അന്വേഷണ കമ്മീഷൻ നിയോഗിക്കും. കുറ്റക്കാരായ വിദ്യാർത്ഥികൾക്കെതിരെ നടപടി ഉണ്ടാകും എന്നുള്ള ഒരു ഉറപ്പാണ് ഇപ്പോൾ കോളേജ് അധികൃതർ നൽകുന്നത്. എന്തായാലും അല്പസമയം മുമ്പ് ഇപ്പോൾ പ്രിൻസിപ്പലിനെ ഉപരോധിക്കുന്ന നടപടി വിദ്യാർത്ഥികൾ അവസാനിപ്പിച്ചിട്ടുണ്ട്. പ്രതിഷേധവുമായിക്കൊണ്ട് KSU മുന്നോട്ട് പോവുകയാണ്. ഈ ആക്രമിക്കപ്പെട്ട വിദ്യാർത്ഥി ഇപ്പോൾ ഗുരുതരമായ പരിക്കുകളോടെ തന്നെയാണ് ചികിത്സയെ തുടരുന്നത്. ആ ഒരു സാഹചര്യത്തിൽ ഈ അക്രമികളായിട്ടുള്ളവർക്കെതിരെ ശക്തമായിട്ടുള്ള നടപടി ഉണ്ടാകണം. അല്ലാത്ത പക്ഷം ശക്തമായിട്ടുള്ള പ്രതിഷേധമായിട്ട് മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് KSU വ്യക്തമാക്കുന്നത്. വേണു. ശരി, സമീർ സി മുഹമ്മദാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി ചേർന്നത്.